ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും തിയറംസും അതേമാതിരി തന്നെ റിസൾട്ട്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിനി പ്രോബ്ലംസ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ ആ പ്രോബ്ലംസ് വരുന്നത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി when 0 less than or equal to t less than or equal to 1 and 1 less than or equal to t less than or equal to 2, 0 if 2 less than or equal to t less than infinity എന്ന് പറയും. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിൻ വെദർ ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓർ പീസ് വൈസ് കണ്ടിന്യൂസ് എന്നാണ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അതോ പീസ് വൈസ് കണ്ടിന്യൂസ് ആണോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ആൻഡ് ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളോട് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ പറയുമ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഓരോന്നാക്കിയിട്ട് നോക്കുക. അതായത് 0 ഇവിടെ നോക്കുക, നമ്മൾ 0 മുതൽ 1 ദെൻ 1 to 2 to ഇൻഫിനിറ്റി എന്ന് പറയും അല്ലേ. അപ്പം നമ്മുടെ ഇൻ്റർവെല്ല് ഇതിൽ നിന്ന് നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റും. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാണ് നമ്മുടെ ഇൻ്റർവെല്ല്. അതായത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറയുമ്പോൾ 0 to ഇൻഫിനിറ്റി മുതലുള്ള അതാണ് നമ്മുടെ ഇൻ്റർവെല്ല് എന്ന് പറയുന്നത്. ആ ഇൻ്റർവെല്ലിനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, മൊത്തത്തിൽ ആ വലിയൊരു ഇൻ്റർവെല്ലിനെ, അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിനെ നമ്മളിവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്തതിന്, 0ൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ, ദെൻ 1ൽ കട്ട് ചെയ്തിട്ടുണ്ട്. 1ൽ എന്താണ്, ഓപ്പൺ ആണ്. 0ൽ എന്താണ്, ക്ലോസ്ഡ് ആണ്. ദെൻ അടുത്ത ഇൻ്റർവെൽ എന്താണ്, 1 ക്ലോസ്ഡ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് 1 ക്ലോസ്ഡ്, ദെൻ 2ൽ ഓപ്പൺ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 2 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫങ്ഷൻസിനെ, അതായത് നമ്മുടെ ആ വലിയ ഇൻ്റർവെല്ലിനെ 3 കഷ്ണമാക്കിയിട്ട് ഇതാക്കിയിരിക്കുകയാണ്, ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻ ദ റേഞ്ച് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നൊക്കെ നമ്മൾ തൊട്ട് മുന്നേ തിയറി പോർഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടേക്ക് ആലോചിച്ച് ക്ലബ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. അതായത് നമ്മൾ ആ ഇൻ്റർവെല്ലിനെ കുഞ്ഞു സബ് ഇൻ്റർവെൽ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഇൻ്റർവെൽ ഇവിടെ ഏതാണ് 1, ഇത് 0 to 1, ഇവിടെ ഏതാണ് 1 to 2 ആണ്. അപ്പോൾ ഈ 0 to 1ലെ ഫംഗ്ഷൻ ഏതാണ്, ടി ആണ് അല്ലേ. അതേമാതിരി തന്നെ ഇവിടുന്ന് മുതൽ ഇവിടം വരെ, അതായത് 1 to 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാ, 1 ആണ് ഇവിടെ വരുന്നത് 2. അപ്പോൾ ഈ 1ഉം 0യും ഒക്കെ എന്താണ്, കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് ആണ്. കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് എപ്പോഴും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും അല്ലേ. പിന്നെ നമുക്ക് ടി എന്ന് പറയുന്ന ഫംഗ്ഷനും നമുക്ക് എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിലും നമുക്കത് എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവണേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൽ നമുക്ക് എന്താണ്, ടി ആണ്. അതായത് ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ y is equal to ടി എന്നെടുത്ത് വിചാരിച്ച് കഴിഞ്ഞാൽ y is equal to ടി. അപ്പോൾ ഇത് ടിയിൽ പോകുന്ന ആക്സിസ്, ഇത് y എന്ന് പറയുന്ന ആക്സിസ്. അപ്പോൾ ടി 0 ആകുമ്പോൾ y 0 ആവും, ടി 1 ആവുമ്പോൾ വൈയും 1 ആവും അല്ലേ. 0 മുതൽ 1 വരെ നമുക്ക് ടി വരും. അപ്പോൾ 2 എൻ പോയിൻ്റ് മാർക്ക് ചെയ്തു നമ്മൾ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, 0.5 കൊടുത്തു ടിക്ക്. അപ്പോൾ എന്തായിരിക്കും, y എന്ന് പറയുന്നതും 0.5 ആയിരിക്കും. അപ്പോൾ ഇൻ ബിറ്റ്വീനിൽ, അപ്പോൾ നമ്മൾ അതിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈന് വരയ്ക്കുകയാണ്. ആ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇങ്ങനെയുള്ള ഒരു ലൈൻ ആയിരിക്കും അല്ലേ. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 മുതൽ 2 വരെ, 2 ഉണ്ടാവും ഇല്ല, 2 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 1 മുതൽ 2 വരെ നമുക്ക് എന്താണ്, 1 തന്നെ, അതായത് y is equal to 1 എന്നാണ് പറയുന്നത്. ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള ഏതൊരു വാല്യൂ എടുത്താലും 1 ആണ്. അപ്പോൾ നമ്മൾ ആ ഗ്രാഫ് അങ്ങനെ വരച്ചു. ഇവിടെ എന്തെങ്കിലും ഒരു ഹോൾ ഇട്ടിരിക്കണേ, 2ൽ ഇൻക്ലൂഡഡ് അല്ല അല്ലേ, 2ൽ അത് ഇല്ല. 2ൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, 0. അതുകൊണ്ട് 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് മാറി, 0 എന്ന് പറഞ്ഞിട്ട് ഗ്രാഫ് വരച്ചു. അപ്പം നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ്, നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പോയി, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ, ഇത്രയാണല്ലോ ഗ്രാഫ് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ അതോ പീസ് വൈസ് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആയെന്ന് പറയുമ്പോൾ നമുക്ക് കൈയെടുക്കാണ്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് കൈയെടുക്കാണ്ട് ഈ ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല, ഇവിടെ ബ്രേക്ക് വരുന്നുണ്ട് അല്ലേ ഇത്രയും പോർഷനിൽ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് കണ്ടിന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് ബ്രേക്ക് ആയില്ലാണ്ട് ഇങ്ങനെ വരഞ്ഞുകൊണ്ടേ പോകാൻ പറ്റണം. അപ്പോൾ അതിനായിരുന്നു. പക്ഷേ ഇവിടെ ഏത് പോയിന്റിൽ അപ്പോൾ കണ്ടിന്യൂസ് അല്ലാത്ത ഈ ഗ്രാഫ് 2 എന്ന പോയിന്റിൽ
കണ്ടിന്യൂസ് അല്ല. ഈ ഒരു പോയിന്റിൽ മാത്രം കണ്ടിന്യൂസ് അല്ല. ഇവിടുന്ന് മുതൽ ഇതുവരെ 0 മുതൽ ഈ 2ൻ്റെ തൊട്ട് വരെ 2 വരെയല്ല 2 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാതെ തന്നെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. സോ അവിടെ വരെ കണ്ടിന്യൂസ് ആണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 2 മുതൽ പിന്നെ അങ്ങോട്ട് ഇൻഫിനിറ്റിയിലോട്ടൊക്കെ 0 ആണ് വാല്യൂ ആണ്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാതെ തന്നെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ 2ൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഈ 2 എന്ന് പറയുന്നതാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുന്നേ എവിടെയോ പഠിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്താണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്രാഫ് മൊത്തത്തിൽ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. പക്ഷേ ഇത് ഓരോ ഇൻ്റർവെല്ലിൽ എന്താണ്, ഇപ്പോൾ നോക്കിക്കേ 0 മുതൽ 1 വരെ എടുത്തു കഴിഞ്ഞാൽ ആ ഇൻ്റർവെല്ലിൽ ഇത് കണ്ടിന്യൂസ് അല്ലേ. അതേമാതിരി 1 to 2 എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർവെല്ലും കണ്ടിന്യൂസ് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് ഓരോ സബ് ഇൻ്റർവെല്ലിലും കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് അപ്പോൾ ആ കണ്ടീഷൻ മാത്രം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പീസ് വൈസ് കണ്ടിന്യൂസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ച സമയത്ത് നമ്മളൊരു കാര്യം ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു? പീസ് വൈസ് കണ്ടിന്യൂസിൻ്റെ അവിടെ മോഡ് ഓരോ എൻ പോയിന്റിലും ലിമിറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കണം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്, ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇപ്പോൾ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോഴും ഇവിടുത്തെ ലിമിറ്റ് എന്ത് തന്നെയാണ് വരുന്നത്, 0 എന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഗ്രാഫ് എന്ത് പറയാൻ പറ്റും, പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് നോക്കുന്നത്. മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് പറയുന്നുണ്ട്. ഈ ഗ്രാഫ് നോക്കിക്കേ, ഈ ഗ്രാഫിൽ നമുക്ക് ടീൻ്റെ ഏതൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും മാക്സിമം വരുന്ന വാല്യൂ ഏതാണ്, 1. ഫംഗ്ഷന് അസ്യൂം ചെയ്യുന്ന മാക്സിമം വാല്യൂ ഏതാ, 1. ബാക്കിയുള്ള വാല്യൂസൊക്കെ അതിന് തൊട്ട് താഴെ അല്ലേ വരുന്നത്. ഓക്കെ, 1നേക്കാൾ ഇപ്പോൾ 1നേക്കാൾ 1.1 1നേക്കാൾ മുകളിലേക്ക് ഗ്രാഫ് പോകുന്നുണ്ടോ? ഇല്ല. 2ലേക്ക് ഗ്രാഫ് വരുന്നുണ്ടോ? 3ലേക്ക് പോകുന്നുണ്ടോ? അങ്ങനെ ഇങ്ങോട്ട് പോകണില്ല. അപ്പോൾ ഈ ഫംഗ്ഷന് മാക്സിമം വരാവുന്ന വാല്യൂ ഏതാണ്, 1 ആണ്. ആ 1 അപ്പോൾ മോഡ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് പറയാൻ പറ്റും. ആ 1 എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനേക്കാളും ചെറുതാണ്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മോഡ് എഫ് ഓഫ് ടി വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ പവർ ടി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു തിയറത്തിൽ നമ്മൾ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇ പവർ കെ ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോമിലുള്ളതിന് എക്സാമ്പിൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ എം എന്താണ്, 1 ആണ്. കെ എന്താ വരുന്നത്, 1 ആണ് വരുന്നത് അല്ലേ. ഓക്കെ, അത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളായി. ഇനി നമ്മളോട് എന്താ പറയണത്, എന്തിനപ്പം നമ്മൾ ഈ ഒരു കണ്ടീഷൻ പറയണത്, മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ പവർ ടി എന്ന് പറയുന്നത് നമുക്കിവിടെ ആ എക്സിസ്റ്റൻസ് തിയറം ഫോർ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാനായിരുന്നു. കാരണം നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ആ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയണമായിരുന്നു. അപ്പം അതിന് നമ്മൾ തൊട്ട് മുന്നേ തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫംഗ്ഷന് എന്തായിരിക്കണം, പീസ് വൈസ് കണ്ടിന്യൂസ് ആയിരിക്കും വേണം. അതുമാതിരി തന്നെ മോഡ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു എം ഇൻറ്റു ഇ പവർ കെ ടി എന്ന് പറയുന്ന ഫോമിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ബൈ എക്സിസ്റ്റൻസ് തിയറം പ്രകാരം ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയണം അല്ലേ. അതായത് എക്സിസ്റ്റൻസ് തിയറം ഫോർ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ പ്രകാരം നമ്മുടെ ഈ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് റൂള് വെച്ചിട്ട്, അതായത് നമ്മുടെ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഡെഫിനിഷൻ വെച്ച് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്. ഇവിടെ 0 to ഇൻഫിനിറ്റീനെ നമ്മൾ 3 ഇൻ്റർവെല്ലാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, എവിടെ നിന്ന് മുതൽ എവിടെ വരെ, 0 to 1, ദെൻ 1 to 2, ദെൻ 2 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന 3 ഇൻ്റർവെല്ലാക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ ഇൻ്റഗ്രലിന് അതേമാതിരി 3 ഇൻ്റഗ്രലാക്കിയിട്ട് മാറ്റിയാണ്. എന്താ മാറ്റിയത്, ഇൻ്റഗ്രൽ 0 to 1 ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 ഇ പവർ മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 2 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു എഫ് ടി ഡി ടി എന്ന് എഴുതി ഇല്ലേ. ഇനി നമുക്ക് എന്താ പറയുക,
1 to 0 to 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ നമ്മുടെ എഫ് ഓഫ് ടി എന്തായിരിക്കും? ടി ആണ് അല്ലേ, നമ്മളവിടെ എടുത്തായിരുന്നു. അപ്പോൾ അത് ഇവിടെ കൊടുക്കുക, ഇൻ്റഗ്രൽ 0 to 1 ടി ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി എന്ന് പറയുന്നത്. ദെൻ വിത്തിൻ ദ ഇൻ്റർവെൽ എന്താ പറയുക, ഇൻ്റർവെൽ 1 to 2 എന്തായിട്ടും വരും ഇ പവർ എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി അവിടെ എന്തായിരുന്നു? 1 ആയിരുന്നു. സോ ഇൻറ്റു 1 എന്ന് വരും. സോ ലാസ്റ്റ് 2 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് ടി എന്തായിരുന്നു? 0 ആയിരുന്നു. സോ ഈ ഇൻ്റഗ്രൽ മൊത്തത്തിൽ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അത് വെച്ചിട്ട് നമ്മൾ അത് ചെയ്യാം. അതേമാതിരി തന്നെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാലോ, ഇ പവർ മൈനസ് എസ് ടീനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദെൻ അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് വന്ന് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തൊക്കെ എഴുതി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ വരും. ഇവിടെ വരെ ഈ ഒരു ഫോമിൽ വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തിട്ട് എഴുതി വരുമ്പോൾ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 2s ഡിവൈഡഡ് ബൈ എസ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എന്താ പറയുക വെച്ചാൽ ഒരുപാട് തവണ പറഞ്ഞതാണ് ഈ ഇൻ്റഗ്രൽ 0 to 1 ടി ഇ പവർ മൈനസ് എസ് ടീനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന്, ഇ പവർ മൈനസ് എസ് ടീനെ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഇതുവരെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടിരുന്നത്. ബാക്കിയൊക്കെ ഇൻ്റഗ്രേഷൻ്റെ പ്രൊസീജിയറാണ്. ഇവിടം വരെ ഇതും ഒരു ചിലപ്പോൾ ഒരു ഇൻ്റർവെൽസിൽ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ഈ ഒരു ആൻസർ ആയിരിക്കും നമുക്ക് ഫൈനലായിട്ട് വരുന്നത്. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നിടത്ത് തെറ്റിപ്പോകരുത്, ലിമിറ്റ് നേരെ കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം പറയണത്, അടുത്ത പ്രോബ്ലം മുതലാണ് നമുക്ക് ട്രിഗണോമെട്രി, നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് കൂടി അറിയണം. അപ്പോൾ ആ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് കൂടി ക്ലബ് ചെയ്തിട്ട് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുമാതിരി തന്നെ നമ്മൾ പഠിച്ചിരുന്നു ലിനിയാരിറ്റി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ ഓരോ റിസൾട്ട് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ഓഫ് ഓരോ ഫംഗ്ഷനും ടിയും എൽ ഓഫ് ടി സ്ക്വയറും അതുമാതിരി എൽ ഓഫ് സൈൻ യും കോസ് എ ടിയും അതൊക്കെ പഠിച്ചായിരുന്നു. അതൊക്കെ ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t ഇൻറ്റു സൈൻ 3t എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഉള്ളത് ചെയ്യാം. പിന്നെ അടുത്തത് നമുക്ക് എന്താണ് സൈൻ ക്യൂബ് 2t എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചെയ്യാണ് സൈൻ 2t ഇൻറ്റു സൈൻ 3t. അപ്പോൾ ഈ സൈൻ 2t ഇൻറ്റു സൈൻ 3t ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് റിസൾട്ട്സ് യൂസ് ചെയ്തിട്ട് സൈൻ 2t ഇൻറ്റു സൈൻ 3tനെ മാറ്റി എഴുതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ടാണ്. എന്ത് റിസൾട്ടാണുള്ളത് നമ്മുടെ കയ്യിൽ? സൈൻ എ ഇൻറ്റു സൈൻ ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്നാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഇവിടുത്തെ എയും ബിയും എന്താണ്? ഇവിടുത്തെ എ എന്ന് പറയുന്നത് 2tയും ബി എന്ന് പറയുന്നത് 3t ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇത് എഴുതുമ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു കോസ് ഓഫ് 2t മൈനസ് 3t എന്ന് എഴുതും. ഇപ്പോൾ 2t മൈനസ് 3t എന്ന് എഴുതുമ്പോൾ കോസ് മൈനസ് ടി എന്ന് വരിക. കോസ് മൈനസ് ടി ഈക്വൽ ടു എന്താണ്? കോസ് ടി ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് അവിടെ എന്ത് വരും? കോസ് ടി വരും മൈനസ് കോസ് എ പ്ലസ് ബി. ഇവിടുത്തെ എ എന്താണ്? 2t, ബി എന്താണ്? 3t. അപ്പോൾ എന്ത് വരും? കോസ് എ പ്ലസ് ബി ചെയ്യുമ്പോൾ 2t പ്ലസ് 3t. അത് ചെയ്യുമ്പോൾ നമുക്കത് എന്ത് വരും? കോസ് 5t എന്ന് വന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ 2t ഇൻറ്റു സൈൻ 3t ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് ടി മൈനസ് കോസ് 5t എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? എൽ ഓഫ് സൈൻ 2t സൈൻ 3t എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു അതിന് പകരം നമ്മളിപ്പോൾ എന്തെങ്കിലും റീപ്ലേസ് ചെയ്തതിൻ്റെ എൽ ഓഫ് 1/2 ഇൻറ്റു കോസ് ടി മൈനസ് കോസ് 5t എന്ന് നമുക്ക് എഴുതണം. ഇനി നമ്മൾ ഇവിടെ നമ്മൾ മുന്നേ പഠിച്ച ഒരു കാര്യം നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ്? അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ദി ലാപ്ലാസ് ട്രാൻസ്ഫോം. എന്താ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ലിനിയാരിറ്റി പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത്? എൽ ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ നമ്മൾ അതിനെ എ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി എന്ന് എഴുതാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുകൂടി നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇങ്ങനെ എൽ ഓഫ് 1/2 കോസ് ടി മൈനസ് 1/2 കോസ് 5t എന്ന് എഴുതാം.
ഓക്കെ, അപ്പോൾ അത് നോക്കിക്കേ, എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി എന്ന് പറയുന്ന ഫോമിലല്ലേ വന്നത്. അതായത് ഇവിടുത്തെ എ എന്ന് പറയുന്നത് 1/2, എഫ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് ടി, ആൻഡ് ബി എന്ന് പറയുന്നത് -1/2, ജി ഓഫ് ടി എന്ന് പറയുന്നത് കോസ് ടിയും വന്നു. അപ്പോൾ നമുക്ക് അതിന് എന്താ പറയുക, കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് ഇട്ടത് എ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരിക ഇവിടെ എന്ന് വെച്ചാൽ 1/2 ഇൻറ്റു എൽ ഓഫ് കോസ് ടി മൈനസ് 1/2 ഇൻറ്റു എൽ ഓഫ് കോസ് 5t എന്ന് വരും. ഇപ്പോൾ 1/2 രണ്ടിലും കോമൺ അല്ല, ഇപ്പോൾ 1/2നെ പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മളിത് എൽ ഓഫ് കോസ് ടി മൈനസ് എൽ ഓഫ് 5t എന്ന് പറയുക. ഒപ്പത്തിന് എഴുതി പോകണം, ഇങ്ങനെ പറയുന്ന ഒപ്പത്തിന് എഴുതി പോണേ, അല്ലെങ്കിൽ ആ സ്റ്റെപ്സ് ഒക്കെ പാടെ കൺക്ലൂഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് 2-3 സ്റ്റെപ്പ് ഇത്രയും പ്ലേസിൽ വന്നു. ഇനി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഇനി നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യാണ്. നമുക്ക് എന്താ പറയുക, 1/2 ഇൻറ്റു എൽ ഓഫ് കോസ് ടി എന്നും കിട്ടി, മൈനസ് എൽ ഓഫ് 5 ഇൻറ്റു കോസ് എന്തുകൂടി വന്നു, 5t എന്ന് വന്നു അല്ലേ. അപ്പം ഇനി നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു എൽ ഓഫ് കോസ് ബി ടി എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു നമ്മൾ എഴുതാറുണ്ട്, എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാറുണ്ടായിരുന്നു അല്ലേ. എന്താ എഴുതാറ്, എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കോസ് ടി, ഇവിടുത്തെ ബി എന്താണ്, കോസ് ബി ടി, എൽ ഓഫ് കോസ് ബി ടിക്കാണ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാറ്. ഇവിടുത്തെ ബി എന്തായിരുന്നു, 1 ആയിരുന്നു അല്ലേ. അപ്പോൾ 1/2 ഇൻറ്റു ബ്രാക്കറ്റിലാണ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വരുമ്പോൾ 1 തന്നെ അല്ലേ. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 1 എഴുതി. ഇതിന് അത് കറസ്പോണ്ടിങ് ആയിട്ട് അതേമാതിരി പറയുമ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞു നോക്കിക്കേ, എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മളത് എന്തായിട്ട് വരും, എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞു. ഇനി ഇതിനൊന്ന് ജസ്റ്റ് എന്ത് ചെയ്താണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 12s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 25 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം കൂടിയും ചെയ്യാനുണ്ടായിരുന്നു. ഏതായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്, അപ്പോൾ നമ്മൾ ഇത് മനസ്സിലായില്ലേ, ഇതിനെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി വെച്ച് മാറ്റി എഴുതി, അത് അവിടെയാണ് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത്. അത് കഴിഞ്ഞിട്ട് ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിവിടെ സൈഡിൽ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് ബൈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മളിത് എക്സ്പാൻഡ് ചെയ്തത്. സൈഡിൽ ബ്രാക്കറ്റിൽ എഴുതി വെക്കണം ബൈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് അല്ലേ. പിന്നെ എൽ ഓഫ് കോസ് എ ടിൻ്റെ ഡെഫിനിഷനും എൽ ഓഫ് കോസ് ബി ടിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച്, അപ്പോൾ ആ ഡെഫിനിഷനും സൈഡിൽ എഴുതിയേക്കുക, എൽ ഓഫ് കോസ് ബി ടി ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എടുക്കുകയാണ് സൈൻ ക്യൂബ് 2t എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ ക്യൂബ് ടിക്ക് നമ്മൾ എന്തായിരുന്നു നമ്മുടെ ഡെഫിനിഷൻ, നമ്മളൊരു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. ഞാൻ അത് അറിയാത്തവർ അതങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. സൈൻ ക്യൂബ് തീറ്റ ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 3 സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് നമ്മൾ എഴുതാറുണ്ട്. സോറി, സൈൻ 3 തീറ്റ എഴുതാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ തീറ്റയ്ക്ക് പകരം ഇവിടെ എന്ത് ചെയ്യാണ്, 2t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സൈൻ 2t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സൈൻ ക്യൂബ് 2t ഈസ് ഈക്വൽ ടു 1/4 3 സൈൻ തീറ്റയ്ക്ക് പകരം ഇവിടെ വരുന്നത് 2t ആയിരുന്നു, മൈനസ് സൈൻ 3 തീറ്റ. ഇവിടുത്തെ തീറ്റ എന്തായിരുന്നു, 2t ആയിരുന്നു. അപ്പോൾ 3 ഇൻറ്റു 2t വരുമ്പോൾ 60 വരും. സോ നമുക്ക് എന്ത് കിട്ടി, സൈൻ ക്യൂബ് 2tക്ക് പകരം ഈസ് ഈക്വൽ ടു 1/4 3 സൈൻ 2t മൈനസ് 6 സൈൻ 60 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിവിടെ മാറ്റി എഴുതുക അല്ലേ. എൽ ഓഫ് സൈൻ ക്യൂബ് 2t വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഓഫ് 1/4 ഇൻറ്റു ദീസ് ഫോമിൽ വരും. ഇനി നമ്മളിതിനെ ഈ 1/4ന് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ 1/4ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ എഴുതുക. അതിനുശേഷം ബൈ ലീനിയാരിറ്റി, അതപ്പോൾ നമുക്ക് എന്ത് വരും, എൽ ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി എന്ന് പറയുന്ന ഫോമിൽ വരും. അപ്പം നമ്മൾ ലാപ്ലാസ് ലീനിയാരിറ്റി പ്രോപ്പർട്ടീസ് ചെയ്യുക. അങ്ങനെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് അത് എഴുതുമ്പോൾ എന്ത് വരും, 1/4 ഓക്കെ അങ്ങനെ തന്നെ വരാം, 3/4 ആയിരിക്കും കേട്ടോ. 3/4 ഇൻറ്റു എൽ ഓഫ് സൈൻ 2t മൈനസ് 1/4 ഇൻറ്റു സൈൻ 60 എന്ന് നമുക്ക് കിട്ടും. അതിൽ നിന്ന് രണ്ട് ടേമിലും 1/4 കോമൺ ആണ്. ഇപ്പോൾ 1/4നെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വരും 3 ഇൻറ്റു എൽ ഓഫ് സൈൻ 2t മൈനസ് എൽ ഓഫ് സൈൻ t എന്ന് വരും. ഇങ്ങനെ വരിക, എൽ ഓഫ് സൈൻ 2t ഡിവൈഡഡ് ബൈ
L of sin 60 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 1/4 ഇൻറ്റു 3 ഇൻറ്റു അതായത് L of sin 2t കണ്ടുപിടിക്കുകയാണ്. അപ്പം നമുക്ക് sin BT എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ നമ്മൾക്ക് ഇക്വേഷൻ എന്തായിരുന്നു? B ഡിവൈഡഡ് ബൈ L of sin BT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? വിച്ച് ഇസ് ഈക്വൽ ടു B ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നായിരുന്നു അല്ലേ? S സ്ക്വയർ പ്ലസ് B സ്ക്വയർ നമ്മൾ A വെച്ചിട്ടായിരുന്നു പഠിച്ചിരുന്നത് തോന്നുന്നു അല്ലേ? L of sin 80 ആണെങ്കിൽ A ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് A സ്ക്വയർ എന്ന് പറഞ്ഞു. അപ്പോൾ അതേമാതിരി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതുമാതിരി അത് ചെയ്തുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു ഇവിടുത്തെ B എന്തായിരുന്നു? 2 ആണ്. ഇപ്പോൾ 2 ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് വരുമ്പോൾ ബിക്ക് പകരം എന്താണ്? 2 അല്ലേ? ഇപ്പോൾ S സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വരും. ഇപ്പോൾ ഇത് എന്തായിട്ട് മാറി? 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. സിമിലർലി നമ്മൾ 6 ഇതിന് പകരം അതേമാതിരി എഴുതുമ്പോൾ ഇങ്ങനെ വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇനി ഒരു സെക്ഷൻ കൂടി ഉണ്ട്. ഈ സെക്ഷനിൽ നമ്മളിൽ 2 പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുന്നതാണ്. ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് നോക്കേണ്ടത്. നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും അതുമാതിരി തന്നെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് ഫസ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇ റേസ് ടു -3t ഇൻറ്റു 2 cos 5t മൈനസ് 3 sin 5t എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പറയാം. ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ആദ്യം എഴുതിക്കേ. അപ്പോൾ എന്ത് വരിക? ഇ റേസ് ടു -3t ഇൻറ്റു cos 5t എന്ന് വരും. -3 ഇൻറ്റു ഇ പവർ -3t ഇൻറ്റു sin 5t എന്ന് വരും. സോ L ഓഫ് ദിസ് ടേം ഇസ് ഈക്വൽ ടു L ഓഫ് നമ്മൾ ആ നേരത്തെ പറഞ്ഞത് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫോമിലായിരുന്നു? A ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി എന്ന് പറയും. അപ്പോൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മളത് പറയുമ്പോൾ എന്ത് വരും? 2 അല്ലേ കോൺസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2ന് പുറത്തേക്ക് 2 ഇൻറ്റു L ഓഫ് ഇ പവർ -3t ഇൻറ്റു cos 5t മൈനസ് 3 ഇൻറ്റു L ഓഫ് ഇ പവർ -3t ഡിവൈഡഡ് ബൈ sin 5t എന്ന് നമ്മൾ ഓർക്കണം. ഇനി നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് പഠിച്ചിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ? അതായത് L ഓഫ് എന്തായിരുന്നു ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? അതൊന്ന് ഓർത്ത് നോക്കിക്കേ. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്തായിരുന്നു എന്ന്? L ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ആയിരുന്നുവെങ്കിൽ L ഓഫ് ഇ പവർ എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ എന്നായിരിക്കും നമ്മൾ എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക? എസ് മൈനസ് എ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ എ എന്തായിരുന്നു? ഇ പവർ എ ടി എന്നല്ലായിരുന്നു പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്നത് എന്താ? നമുക്ക് -3 ആണ്. സോ നമ്മൾ എഫ് ഓഫ് എസ് മൈനസ് എ എന്നല്ല എഴുതേണ്ടത്. അപ്പോൾ എസ് മൈനസ് എ, ഇവിടുത്തെ എസ് മൈനസ് എ എന്തായിരുന്നു? -3 ആണ്. അപ്പോൾ എസ് -3 എന്ന് വരും. അപ്പോൾ അവിടെ എന്തായിട്ട് വരും? എസ് പ്ലസ് 3 ആണ് അല്ലേ? എഫ് ഓഫ് എസ് പ്ലസ് 3 അത്രയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യാറ്? നമ്മൾ ഇവിടെ cos 5t അത് സൈഡിലിട്ട് ചെയ്ത് നോക്കിയാൽ L ഓഫ് cos 5t എങ്ങനെ നമുക്കറിയാം? എന്താ L ഓഫ് cos 5t എന്ന് പറയുമ്പോൾ നമുക്ക് വരാറ് എസ് ഡിവൈഡഡ് ബൈ ഒരു മിനിറ്റ് cos BT L ഓഫ് cos BT ആണെങ്കിൽ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബി എന്തായിരുന്നു? 5 ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എന്താ എഴുതുക? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് എഴുതാറുണ്ട്. പക്ഷെ ഇവിടെ ഇ പവർ എ ടി എന്നുള്ള ഫോമിലാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ എസ്സിന് പകരം എസ് പ്ലസ് എ വെച്ചിട്ടായിരുന്നു റീപ്ലേസ് ചെയ്യാറ്. എസ്സിന് പകരം എസ് മൈനസ് എ വെച്ചിട്ടായിരുന്നു. എസ് പ്ലസ് എ അല്ല, എസ് മൈനസ് എ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യാറ്. നമ്മളിവിടെ എസ് മൈനസ് എ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ എസ് പ്ലസ് 3 എന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പ്ലസ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എടുക്കേണ്ടത്? എസ് പ്ലസ് 3 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ cos 5t കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയിരുന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആണ്. ഈ എസിന് പകരം നേരത്തെ ഞാൻ എസ് -3 എന്ന് എസ് പ്ലസ് 3 എന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് പറഞ്ഞില്ലേ? അപ്പോൾ എസ് പ്ലസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ടേം അതേമാതിരി എഴുതും. സിമിലർലി ഇവിടെ അതേമാതിരി തന്നെ ചെയ്യേണ്ടത്. അതായത് ഇ പവർ എ ടി ഇൻറ്റു സൈൻ 5t എന്നായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ആ ഒരു പ്രോപ്പർട്ടി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പറയുക? എഫ് ഓഫ് എസ് മൈനസ് എ എന്നാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എസ് പ്ലസ് 3 എന്നായിരുന്നു ചെയ്യേണ്ടത്. ഇനി സൈൻ 5tൻ്റെ എല്ലാ സൈൻ 5tൻ്റെ ഡെഫിനീഷൻ നമുക്കറിയില്ലേ? അതായത് എന്തായിരിക്കും? 5 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അതിൽ എസ്സിന് പകരം എസ് പ്ലസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് എഴുതാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് അറേഞ്ച് ചെയ്തെടുത്ത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഫോമിലോട്ട് എത്തിക്കും. ഓക്കെ. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഉള്ളത് തന്നെയാണ്.
ഇതിലും നമ്മൾ ഇതേമാതിരി ഏത് അപ്ലൈ ചെയ്യണം, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അതായത് ഈ ഇങ്ങനെ നമുക്കിങ്ങനെ കിട്ടുമ്പോഴേ e⁻at നമ്മൾ ഈ എന്ത് കിട്ടിയാലും ഒന്ന് ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം കേട്ടോ. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴായിരുന്നു 2e⁻−3t × cos 5t എന്ന് പറഞ്ഞത്. അപ്പോൾ e⁻at ഇൻറ്റു നമുക്കറിയുന്ന ഒരു ഫംഗ്ഷൻ, അതായത് നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുള്ള അതിലത്തെ ഏതെങ്കിലും ഒരു f(t)ൻ്റെ ഫോമാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മളപ്പോൾ മനസ്സിലാക്കണം അവിടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിരിക്കണം എന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ e⁻−3t × sin²t. അപ്പോൾ നമുക്ക് e⁻t × f(t) എന്ന് പറയുന്ന ഫോമിലാണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അത്രയും ഹിൻഡ് മാത്രമേ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എപ്പോഴെങ്കിലും sin²t f(t)യുടെ എല്ലാ sin²t എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്കറിയണ sin t-ൻ്റെയും cos t-ൻ്റെയും, അതായത് എല്ലാ sin at-ൻ്റെയും എല്ലാ cos at-ൻ്റെയും sin ht-ൻ്റെയും cos ht-ൻ്റെ ഒക്കെ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ sin²t-നെ ഒന്ന് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി വെച്ചിട്ട് മാറ്റി എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി വെച്ചിട്ട് sin²t-നെ മാറ്റിയതിന്? sin²t = 1/2 × 1 - cos 2t എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അതായത് sin²t = റിസൾട്ടാണ് 1 - cos 2t / 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ആദ്യം എല്ലാ sin²t കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ശരിക്കും നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കുക? e⁻−3t × sin²t ആണ് അല്ലേ? അപ്പോൾ അവിടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ e⁻at എന്ന് പറയും. ഇപ്പോഴത്തെ a എന്തായിരുന്നു? -3 ആയിരുന്നു. സോ നമ്മൾ എസിന് പകരം എന്തുകൊണ്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്? s+3 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അത്രയും കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ sin²t കണ്ടുപിടിക്കുക. എന്നിട്ട് അതിലുള്ള എസിന് പകരം s+3 കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എല്ലാ sin²t = നമുക്ക് എന്ത് എഴുതാൻ പറ്റും? L(1/2 × 1 - cos 2t) എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ 1/2 അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇത് L(1/2 - 1/2 cos 2t) എന്ന് പറയുക. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 1/2 × L(1) - 1/2 × L cos 2t എന്ന് വരും. അപ്പോൾ 1/2 കോമൺ ആയതുകൊണ്ട് ആ 1/2നെ പുറത്തേക്ക് എടുത്തിട്ട് L(1 - L cos 2t എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ L(1)ൻ്റെ നമുക്കറിയില്ലേ, L(1)ൻ്റെ എന്തായിരിക്കും? L(1) = 1/s. ഇതിനായിരുന്നു നമ്മൾ അവിടെ റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ റിസൾട്ടൊക്കെ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ L(s) = എന്ത് കിട്ടി നമുക്ക്? 1/s എന്ന് കിട്ടി. ഇനി L cos 2t എന്ന് പറയുമ്പോൾ എന്താ വരിക? s / s² + 2² എന്ന് പറയുക. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2 / s × s² + 4 എന്ന് കിട്ടും. എന്താ കിട്ടിയത്? 2 / s × s² + 4 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ L(e⁻−3t × sin²t കാണാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ എല്ലാ sin²t കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ എസിന് പകരം s+3 എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ കണ്ടുവച്ചിരുന്നത്? ഇവിടെ 2 / s × s² + 4 എന്ന്. അപ്പോൾ അവിടെ എസിന് പകരം s+3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ അതെന്ത് കിട്ടി നമുക്ക്? 2 / s+3 × s+3² + 4 എന്ന് പറയുന്നത്. ഇവിടെ ഈ s+3² നമ്മൾ a+b² വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു. എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 2 / s+3 × s² + 6x + 13 എന്ന് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രോബ്ലം പറയുന്നതാണ്. അടുത്ത പ്രോബ്ലം ഇതേമാതിരി തന്നെയാണ്, എളുപ്പമുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് t+1 2 × e⁻t എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ എന്താണ്? ഇതൊന്ന് തല തിരിച്ചിട്ട് എഴുതിയിരിക്കുന്നത് അല്ലേ? e⁻at × a ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫോമുല എങ്ങനെയുള്ളതിലാണ്? e⁻at × a ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫോമുല വന്നത്. അപ്പോൾ നമ്മൾ അതിനൊന്ന് നേരെ എഴുതി കഴിഞ്ഞാൽ e⁻t × t+1 2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ശരിയായി അല്ലേ? എന്താണ്? e⁻at × t+1 എന്ന് പറയുന്ന ഫോമിലാണെന്ന്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? e⁻at ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം t+1 2ൻ്റെ L(t+1 കണ്ടുപിടിക്കാം. ആ കണ്ടുപിടിക്കണതിൽ എസിന് പകരം നമ്മൾ എന്താ ഇവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്? ഇവിടുത്തെ a എന്താ? s - a എന്നാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ a എന്തായിരുന്നു? 1 ആയിരുന്നു അല്ലേ? അപ്പോൾ s - 1 എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലായി.
മനസ്സിലായോ? അതായത് എൽ ഓഫ് ഇ പവർ എ ടി ഇൻറ്റു ടി പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ടി പ്ലസ് വൺ ഹോൾ സ്ക്വയറിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിക്കണതിൽ എസിൻ്റെ ടേംസിന് എസിന് പകരം എസ് മൈനസ് എ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇവിടുത്തെ എ എന്തായിരുന്നു? ഇ പവർ എ ടി എന്ന് വരുമ്പോഴായിരുന്നു. അപ്പോൾ ഇവിടുത്തെ എ എന്താണ്? 1 ആണ്. അപ്പോൾ എസ് മൈനസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ എൽ ഓഫ് ടി പ്ലസ് വൺ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. നമുക്ക് ടി പ്ലസ് വൺ ഹോൾ സ്ക്വയറിന് ഡയറക്റ്റ്ലി എന്താ റിസൾട്ട് ഒന്നുമില്ല. സോ നമ്മൾ എന്താണ് ടി പ്ലസ് വൺ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്തു. ഏത് വെച്ചിട്ട്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു. സോ നമുക്ക് എന്തെന്നു? എൽ ഓഫ് ടി സ്ക്വയർ പ്ലസ് 2t പ്ലസ് 1 എന്നാണ്. ഇനി നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു എൽ ഓഫ് ടി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് ടി പ്ലസ് 1 ഇൻറ്റു എൽ ഓഫ് 1 എന്നാണ്. അപ്പോൾ അതെന്തായിട്ട് മാറി? എൽ ഓഫ് ടി സ്ക്വയർ പ്ലസ് 2 എൽ ഓഫ് 1 പ്ലസ് എൽ ഓഫ് 1 എന്ന് വന്നു. ഇനി നമ്മൾ റിസൾട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എൽ ഓഫ് ടി സ്ക്വയർ വരെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ടി ക്യൂബാണ്, ടി പവർ 4 ഒക്കെ വന്നുവെച്ചാൽ നമുക്ക് ചെയ്യായിരുന്നു അല്ലേ? നമ്മൾ അവിടെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ റിസൾട്ട് എൽ ഓഫ് ടി പവർ എന്നിന് നമ്മൾ അതിനെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വലിയൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്നിന് പകരം നമ്മൾ ഏതാണോ 5 ആണെങ്കിൽ 5 അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഓൾറെഡി എൽ ഓഫ് ടി സ്ക്വയർ വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൽ ഓഫ് ടി സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് ടിക്ക് പകരം എന്തായിരുന്നു? 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എൽ ഓഫ് 1. ഇതെങ്ങനെ ഞാൻ ഡയറക്റ്റ്ലി ഇവിടെ പറഞ്ഞത്? നമ്മളിതിൻ്റെ മുന്നേ റിസൾട്ട് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർമ്മയാണ്. സോ നമുക്ക് എന്ത് ചെയ്തിട്ട് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ഇനി നമ്മൾ ഡിനോമിനേറ്ററിൽ മൊത്തത്തിൽ എസ് ക്യൂബ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്കൻഡ് ടേമിനെ ഞാൻ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. തേർഡ് ടേമിനെ ഞാൻ ചെയ്യുന്നത് എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എസ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതെന്തായിട്ട് മാറി? എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് എന്ന് എഴുതാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആലോചിക്കേണ്ടത് ഇവിടെ ഒരു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 തന്നെ, 2 ഇൻറ്റു 1 ആണ് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എൽ ഓഫ് ടി പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് എന്ന് കിട്ടി. അപ്പോൾ ഈ പ്രോബ്ലം എന്ന് പറയും, അതായത് നമ്മൾ കഴിഞ്ഞോ? പ്രോബ്ലം ഇവിടെ കഴിഞ്ഞോ? ഇല്ല, നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി കൂടി അപ്ലൈ ചെയ്യണം. നമ്മളോട് ഇതല്ല എൽ ഓഫ് ടി സ്ക്വയർ പ്ലസ് 1 ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അല്ല, ഇ പവർ ടി ഇൻറ്റു ടി പ്ലസ് 1 ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യേണ്ടത്? എസിന് പകരം എസ് മൈനസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് എവിടെയെങ്ങാണ്ട് എസ് പ്ലസ് 1 എന്ന് പറഞ്ഞു എന്ന് എനിക്കൊരു ഫീലിംഗ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. നമ്മൾ എസ് മൈനസ് എ എന്ന് പറയുന്ന ഫോമിലായിരുന്നു. ഇവിടുത്തെ എ എന്ന് പറയുന്നത് 1 ആണ്. സോ എസ് മൈനസ് 1 ആണ് എസിന് പകരം റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക? എസിന് പകരം എസ് മൈനസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതിൽ എസിന് പകരം എസ് മൈനസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് വരും. അതിനെ ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്കത് എന്ത് കിട്ടും? എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഹോൾ ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതിൻ്റെ ആയിരുന്നു? ഓക്കെ, എന്തായിരുന്നു? സൈൻ h2t ഇൻറ്റു സൈൻ 3t എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയാണ് കുറേ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് വേണ്ടത്. നമുക്ക് ഈ സൈൻ എച്ച് ടീനെ നമുക്കറിയാം. സൈൻ എച്ച് ടീനെ നമുക്ക് ഇ പവർ ടി മൈനസ് ഇ പവർ മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാറുണ്ടായിരുന്നു അല്ലേ? അതായത് നമ്മൾ സൈൻ അതിൻ്റെ പ്രൂഫ് പറയുന്ന സമയത്ത് നമ്മളവിടെ പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. സൈൻ h2tക്ക് നമ്മൾ 1/2 ഇൻറ്റു ഇ പവർ 2t മൈനസ് ഇ പവർ മൈനസ് 2t എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ എൽ ഓഫ് സൈൻ h2t ഇൻറ്റു സൈൻ 3t കണ്ടത്. അവിടെ ആ സൈൻ htക്ക് പകരം നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇത് വരും എൽ ഓഫ് 1/2 ഇൻറ്റു ഇ പവർ 2t മൈനസ് ഇ പവർ മൈനസ് 2t ഇൻറ്റു സൈൻ 3t എന്ന് നമുക്ക് വരും. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഈ 1/2 കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1/2 ഇ പവർ 2t ഇൻറ്റു സൈൻ 3t മൈനസ് 1/2 ഇൻറ്റു ഇ പവർ മൈനസ് 2t ഇൻറ്റു സൈൻ 3t എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ലിനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു എൽ ഓഫ് ഇ പവർ 2t ഇൻറ്റു സൈൻ 3t മൈനസ് 1/2 ഇൻറ്റു എൽ ഓഫ് ഇ പവർ മൈനസ് 2t ഇൻറ്റു സൈൻ 3t എന്ന് വരും. അത് രണ്ടിലും മൈനസ് 1/2 കോമൺ ആയതുകൊണ്ട് 1/2 പുറത്തേക്ക് എടുത്തിട്ട് 1/2 ഇൻറ്റു എൽ ഓഫ് ഇ പവർ 2t ഇൻറ്റു സൈൻ 3t മൈനസ് എൽ ഓഫ് ഇ പവർ മൈനസ് 2t ഇൻറ്റു സൈൻ 3t എന്ന് എഴുതണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞ സ്റ്റെപ്പ് എഴുതണേ, അത് മറക്കല്ലേ.
ഇനി നമ്മൾ 1/2 അവിടെ നിർത്തി. ഇവിടെ നോക്കിക്കേ, നമുക്ക് e⁻at ഇൻറ്റു sin 3t എന്ന് പറയുന്ന ഫോമിലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യണം? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അപ്പോൾ L of sin 3t കണ്ടുപിടിച്ചിട്ട് sin 3t കണ്ടുപിടിച്ചിട്ട് അതിൽ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? എസ്സിന് പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? s-a കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഇവിടുത്തെ a എന്താണ്? 2 ആണ്. സോ s-2 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഇത് എന്ന് പറയണതോ L of sin 3t കണ്ടിട്ട് ഇവിടെ s-a എന്ന് പറയുന്നത് എന്താണ്? a എന്താണ്? -2 ആണ് അല്ലേ? അപ്പോൾ s-2 പറയുമ്പോൾ s+2 ആയിരിക്കും. സോ നമ്മൾ അത് കണ്ടുവച്ചിട്ട് അതിൽ s+2ന് റീപ്ലേസ് ചെയ്യാം. എസ്സിന് പകരം s+2 എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്കത് എന്തായിട്ട് റീപ്ലേസ് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ ഇക്വേഷൻ നമുക്കറിയാലോ അല്ലേ? sin 3tൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? അല്ലെങ്കിൽ sin 80 എന്ന് പറയും. L of sin 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു? a/s² + a² എന്ന് പറയുന്ന ഫോമിൽ അല്ലേ? അതിൽ ഫസ്റ്റത്തിൽ എസ്സിന് പകരം ഇതിന് ചെയ്യുമ്പോൾ എസ്സിന് പകരം s-2, ഇതിന് എസ്സിന് പകരം s+2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ എഴുതി. അതായിരുന്നത് അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? പ്രോബ്ലംസ് ചെയ്യാൻ പഠിച്ചു. ആ ചെയ്യാൻ പഠിച്ചത് തമ്മിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അതുമാതിരി തന്നെ എന്ത് ചെയ്യണം? ലിനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. നമുക്ക് ഓരോ റിസൾട്ടും അറിയണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പോരാത്തിന് ട്രിഗണോമെട്രിക് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് വെൽ നോൺ ആയിട്ട് അറിയണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോബ്ലംസാണ്. ഓക്കെ.